നാരായണ. ഓം ശ്രീ സീതാരാമചന്ദ്രാഭ്യാം നമോ നമ. ഓം ശ്രീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സഹിതായ ശ്രീരാമചന്ദ്രായ നമ. ഓം ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. ഓം വൈദേഹീ സഹിതം സുരദ്രുമതലേ ഹൈമേ മഹാമണ്ഡപേ मध्ये पुष्पगमासने मणिमये वीरासने संस्थितम् अग्रे वाचयति प्रभञ्जनसुदे तत्त्वं मुनिभ्यः परं व्याख्यातं भरदादिभिः परिवृतं रामं भजे श्यामलम्. वामे भूमिसुता पुरस्तु हनुमान् पश्चात् सुमित्रासुता शत्रुघ्नो भरतश्च पार्श्वदलयो वायुवादिकोणेषु च सुग्रीवश्च विभीषणश्च युवराट्तारासुतो जाम्बवान् मध्ये नीलसरोजकोमलरुचिं रामं भजे ശ്യാമളം. ധർമാർത്ഥകാമമോക്ഷങ്ങളെ നേടുവാൻ രാമായണ കാവ്യം ചൊല്ലുന്നു ഞാനിഹ. ശ്രീരാമസീതാ ഹനുമൽ സ്മൃതി വരാൻ ഭക്തനായി കാൽക്കൽ നമസ്കരിക്കുന്നു ഞാൻ. ഓം ശ്രീരാമശരണം സമസ്ത ജഗതാം രാമം വിനാ കാഗതി. രാമേണ പ്രതിഹന്യതേ കലിമലം രാമായ കാര്യം നമ. രാമാൽ ത്രാസ്യതി കാലഭീമഭുജഗോ രാമസ്യ സർവം വശേ. രാമേ ഭക്തിരഖണ്ഡിത ഭവതു മേ രാമ ത്വമേവാശ്രയാ. ശ്രീ ഗുരുവായൂരപ്പ. നാരായണ നാരായണ. സീതാരാമചന്ദ്രന്മാര് അയോധ്യയിൽ സസുഖം വാഴുന്നു. ആ സമയത്ത് വിദ്യാഭ്യാസം കഴിഞ്ഞു. ജ്ഞാനവാസിഷ്ടം, യോഗവാസിഷ്ടം തുടങ്ങിയതൊക്കെ പഠനം കഴിഞ്ഞു. ആ സമയത്താണ് ഈ വിശ്വാമിത്രൻ്റെ ആഗമനം. വളരെ സന്തോഷത്തോടു കൂടിയിട്ട് സ്വീകരിച്ചതായിട്ടുള്ള രാജാവ് വിശ്വാമിത്രൻ്റെ ചില ആവശ്യങ്ങളെ കേട്ടു കഴിഞ്ഞപ്പോൾ അതിന് പരിഹാരം യാഗരക്ഷയ്ക്ക് രാമനെയും ലക്ഷ്മണനെയും പറഞ്ഞയക്കണം എന്നതാണ് ആവശ്യം. അപ്പം അത് പറയുകയാണ്. അപ്പം ഞാൻ വരാം, അത് വേണ്ട, അങ്ങ് പോരാ, അങ്ങയുടെ മക്കൾ തന്നെ വേണം എന്നെല്ലാം പറയണു. ചില കാര്യങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് വസിഷ്ഠനും അതിനെ അനുകൂലിക്കുന്നതായിട്ടുള്ള രംഗങ്ങളൊക്കെയാണ് ഇനി നമ്മൾ പറയാനുള്ളത്. നമുക്ക് കേൾക്കാം. അങ്ങനെ രാജാവ് പലതും വിശ്വാമിത്രനെക്കുറിച്ചും ബ്രാഹ്മണ്യത്തെക്കുറിച്ചും വിശ്വാമിത്രൻ്റെ ആഗമനത്തെ പ്രശംസിച്ചു. വസിഷ്ഠ തുല്യതയുണ്ട്, ഇന്നൊരു ബ്രഹ്മർഷിയായ ഭാവത്തിൽ എത്തിയിരിക്കുന്നു വിശ്വാമിത്രൻ. ക്ഷത്രിയനായിട്ട് ജനിച്ചു, എന്നിട്ട് രാജർഷിയായി, അതിനുശേഷം വീണ്ടും തപസ് ചെയ്തുകൊണ്ട് ബ്രഹ്മർഷിയായി. വസിഷ്ഠന് തുല്യത. അപ്പോൾ അങ്ങനെ ഒരാൾ അവിടെ വരുമ്പോൾ അത് വലിയ സന്തോഷം തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെ പുകഴ്ത്തി. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ വിശ്വാമിത്രന് വളരെ സന്തോഷമായി. കാരണം തൻ്റെ ജീവിതം വളരെയധികം ധന്യമായി. എന്താ കാരണം? ഇവിടെ ഭഗവാൻ ശ്രീരാമൻ ഭഗവാനാണ്. അപ്പോൾ ആ ഭഗവാന്റെ അടുത്ത് വന്നിട്ട് തന്നെ ഭഗവാൻ കേൾക്കെ ആണ് ഈ പ്രശംസയൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഭഗവാന്റെ അംഗീകാരമായിട്ട് അത് കണക്കാക്കാൻ സാധിച്ചു. അതുകൊണ്ട് അത് വലിയ ഭാഗ്യമായി. സൂര്യവംശ രാജാവാണ് ദശരഥ മഹാരാജാവ്. അതേപോലെ വസിഷ്ഠൻ്റെ ശിക്ഷണം. അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ ഇതേപോലെയൊക്കെ പറയാൻ സാധിക്കുള്ളൂ. ഇതൊന്നും എല്ലാവർക്കും പറയാൻ സാധിക്കില്ല. അതേപോലെ മനസ്സിലുള്ള ഈ ആഗ്രഹം, എനിക്ക് ചില കാര്യങ്ങൾ ഉണ്ട്, നിശ്ചയമായിട്ടാണ് ഉള്ളത്. ആഗ്രഹമാണെങ്കിലും അത് നിശ്ചയമായിട്ടാണ്. അതുകൊണ്ട് അങ്ങ് പ്രതിജ്ഞ ചെയ്തതിന് ശേഷം ഞാൻ പറയുന്ന വാക്കുകളെ അല്ലെങ്കിൽ ഞാൻ പറയുന്ന ആവശ്യത്തെ ചെയ്തു തരണം. ഞാൻ എന്ത് പറഞ്ഞാലും അത് എനിക്ക് ചെയ്തു തരണം എന്നാ. അത് സത്യം ചെയ്താലേ ഞാൻ പറയണുള്ളൂ ആവശ്യം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ആരാ? രാജാവാണ് കേട്ടോ, ദശരഥ മഹാരാജാവാണ്, സാധാരണ രാജാവല്ല. അതേപോലെ ഭഗവാന്റെ അച്ഛനാണ്. എന്നിട്ടും ഈ ബ്രഹ്മർഷിയായിട്ടുള്ള ത്രികാലജ്ഞാനിയായിട്ടുള്ള ആ വിശ്വാമിത്രൻ, ത്രികാലജ്ഞാനിയായിട്ടാണ് രാജാവിൻ്റെ ഗുരു വസിഷ്ഠനുള്ളത്. എന്നിട്ടും പറയാണ് സത്യം ചെയ്താലേ ഞാൻ പറയൂന്ന്. ഇപ്പോൾ യജ്ഞം ആരംഭിക്കുന്നതിന് മുമ്പ് സാധാരണഗതിയിൽ ദീക്ഷ എടുക്കണം. ഞാനിപ്പോൾ യജ്ഞം തുടങ്ങിയിരിക്കണം.
ഞാൻ ദീക്ഷിതനാണ്. വിശ്വാമിത്രൻ പറയുകയാണ് രാജാവിനോട്. അപ്പോൾ അതിന് വിഘ്നമുണ്ടാക്കുന്ന ചില കാമരൂപികൾ, ഇഷ്ടമുള്ള രൂപം എടുക്കാൻ കഴിയുന്ന രാക്ഷസന്മാർ അവിടെ 2 പേര് കുറച്ച് അധികമായിട്ടും, പിന്നെ അവർ കൂട്ടാളികളോ ആരൊക്കെ വെച്ചാൽ അവരൊക്കെ ഞങ്ങളെ വല്ലാതെ കണ്ട് ദ്രോഹിക്കണു. അവിടെ ഇപ്പോൾ വിശ്വാമിത്രൻ മാത്രമല്ലോ, യാഗത്തിന് വന്നുള്ള എല്ലാവരും ഉണ്ടല്ലോ, അപ്പോൾ ദ്രോഹിക്കണം. ഇങ്ങനെ വീരന്മാരായിട്ടുള്ള ശിക്ഷിതരായിട്ടുള്ള അവരാണെന്ന് വെച്ചാലോ അവർക്ക് അർഹതയുണ്ട്. എന്തിന്? രാജശിക്ഷ അനുഭവിക്കാൻ, രാജാവിൻ്റേതായിട്ടുള്ളൊരു ശിക്ഷയെ അനുഭവിക്കാനുള്ള അർഹതയുണ്ട് അവർക്ക്. അത്രയും വലിയ തെറ്റാണ് അവർ ചെയ്തത്. അപ്പം അതുകൊണ്ട് ആ രാക്ഷസന്മാരായിട്ടുള്ള മാരീചനും സുബാഹുവും ഈ യജ്ഞത്തിൻ്റെ സമാപനം അടുക്കുന്ന സമയത്ത് യജ്ഞവേദി അശുദ്ധാക്കാൻ വേണ്ടിയിട്ട് ചോരയും മാംസവും ഇങ്ങനെ ആകാശത്തിൽ വന്നിട്ട് അങ്ങോട്ട് ഹോമകുണ്ടത്തിലേക്കൊക്കെ ഇടുക, യജ്ഞവേദിയിലേക്കൊക്കെ ഇടുക, അവിടെ മുഴുവൻ അശുദ്ധാക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യണം, യാഗം മുടക്കുകയാണ്. അപ്പം അങ്ങനെ വളരെയധികം ചെയ്തു കഴിഞ്ഞപ്പോൾ എൻ്റെ യാഗം ചെയ്യാനുള്ള ഒരു താല്പര്യം പോലും നഷ്ടപ്പെട്ടിരിക്കണം. അതുകൊണ്ട് അവരെ ശിക്ഷിക്കണം. എനിക്ക് കഴിവില്ലായിട്ടല്ല, ഞാനിപ്പോൾ ദീക്ഷിതനാണ്, എനിക്ക് ചെയ്യാൻ വയ്യ. അതുകൊണ്ട് ഈ യജ്ഞ ആചരണം അത് വേണ്ട രീതിയിൽ നിറവേറണമെങ്കിൽ പിന്നെ ഒന്ന് വേണ്ടത് ശപിക്കുകയാണ്. അതിനും ഇപ്പോൾ എനിക്ക് പറ്റില്ല. അപ്പം അതുകൊണ്ട് സത്യപരാക്രമനായിട്ടുള്ള വീരനായിട്ടുള്ള അങ്ങയുടെ ഈ പുത്രൻ ശ്രീരാമൻ, അതേപോലെ തന്നെ ഒപ്പം ലക്ഷ്മണനുണ്ട്, അങ്ങനെയുള്ള ഈ രാമനെ എനിക്ക് വിട്ടുതരണം. എൻ്റെ യാഗം പൂർത്തീകരിക്കാൻ വേണ്ട സുരക്ഷ രാമനാൽ ചെയ്തു തരപ്പെടണം. രാമൻ്റെ തേജസ് കൊണ്ട് ഈ ദ്രോഹികളായിട്ടുള്ള രാക്ഷസന്മാരെ വധിക്കാൻ സാധിക്കുള്ളൂ. 3 ലോകങ്ങളിലും ഇപ്പോൾ പ്രശസ്തനായിരിക്കുന്നു അങ്ങും അങ്ങയുടെ പുത്രന്മാരും. അപ്പം അതുകൊണ്ട് ഈ രാക്ഷസന്മാരെ വധിച്ചു കഴിഞ്ഞാൽ യശസ് വീണ്ടും കൂടും. അപ്പോൾ ഇങ്ങനൊരു അസുലഭ അവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് ഉപയോഗിക്കണമല്ലോ. രാമനല്ലാതെ കണ്ട് മറ്റാർക്കും ഇത്രയും വലിയൊരു രാക്ഷസവധം ചെയ്യാൻ സാധിക്കില്ല. അപ്പം അതുകൊണ്ട് അഹങ്കാരികളായിട്ടുള്ള ഈ പല തപസ്സോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും ഈ രാക്ഷസന്മാർ. അപ്പോൾ അതിന് ചില വരബലങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെയൊക്കെ പരിഹരിക്കണമെങ്കിൽ അതിനൊക്കെ മറികടന്നിട്ട് വേണം ഈ രാക്ഷസന്മാരെ വധിക്കാൻ. അപ്പോൾ അവരുടെ സമയം ഏറെക്കുറെ അടുത്തിരിക്കണം ജാതകം നോക്കുമ്പോഴേ. അപ്പോൾ അതുകൊണ്ട് ഈ രാമൻ വിചാരിച്ചാൽ മാത്രമേ ആ കാര്യം നടക്കുള്ളൂ. അതുകൊണ്ട് പുത്രസ്നേഹം അങ്ങയ്ക്ക് തടസ്സമാവരുത്. രാമനെ എൻ്റെ കൂടെ വിടണം, രാക്ഷസന്മാരെ വധിച്ചു തരണം, യാഗരക്ഷ ചെയ്തു തരണം. ഇങ്ങനെ 2 പേരും വധിക്കപ്പെട്ട് കഴിഞ്ഞാൽ യശസ് കൂടും എന്ന് മാത്രമല്ല, അത് മറ്റ് പല പ്രവൃത്തികൾക്കും ഒരു നാന്തി ആവും. രാമൻ സത്യപരാക്രമനായിട്ടുള്ള മഹാപുരുഷനാണ് എന്ന് എല്ലാവർക്കും അറിയാം, എനിക്കും അറിയാം, അങ്ങയ്ക്കും അറിയാം, ഗുരുവിനറിയാം. അതുകൊണ്ട് എൻ്റെ വാക്ക് വിശ്വസിക്കുക. ഈ രാക്ഷസന്മാരെ രാമൻ വധിച്ചു എന്ന് തന്നെ അങ്ങ് കണക്കാക്കിക്കോളൂ. അപ്പോൾ ഭയക്കണ്ട എന്നുള്ള ആ സൂചനയാണ്. എല്ലാവർക്കും ഈ വസിഷ്ഠൻ തൊട്ടുള്ള എല്ലാവർക്കും ഇത് അറിയുന്നതായിട്ടുള്ള ഈ കാര്യത്തെ അങ്ങ് സ്ഥിരമായിട്ടുള്ള ധർമാനുഷ്ഠാനം അതേപോലെ പരമയശസ് ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഈ കാര്യം നടത്താൻ വേണ്ടിയിട്ട്, അതായത് സ്വേച്ഛ വേണം, സന്തോഷത്തോടു കൂടിയിട്ട് രാമനെ പറഞ്ഞയക്കണം. ഈ താമരക്കണ്ണനായിട്ടുള്ള പുത്രനെ പുത്രസ്നേഹം കൊണ്ട് പറഞ്ഞയക്കാഞ്ഞാൽ അത് നഷ്ടമാണ്. യജ്ഞത്തിൻ്റെ 10 ദിവസം ഈ അങ്ങും രാമനും കൂടിയിട്ടുള്ള ഈ മനസ്സംഗം ഉണ്ടല്ലോ, ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും. ഈ അറ്റാച്ച്മെൻറ്റിനെ ഒന്ന് വിട്ടോളും. അപ്പോൾ ഈ 10 ദിവസമേ പറഞ്ഞുള്ളത് കൊണ്ട് കാര്യമില്ല കേട്ടോ, ഇനിയും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ കാരണം ചിലപ്പോൾ കൂടുതൽ ദിവസം വേണ്ടി വരും. ഏതായാലും അത് ഒരു 10 ദിവസമല്ലേ വേണ്ടൂ എന്ന് നമ്മൾ സാധാരണ പറയണ പോലെ പറയുകയാണ്. അതിന് വേണ്ടിയിട്ട് അങ്ങ് പ്രവർത്തിച്ചോളൂ. എന്താ പ്രവൃത്തി ചെയ്യേണ്ടത്? രാജാവായതുകൊണ്ട് അങ്ങനെയൊക്കെ പറയണം. അതല്ല വെച്ചാൽ അച്ഛനാണ് എന്നുള്ള എനിക്ക് വെച്ചാൽ മകനെ പറഞ്ഞയച്ചോളൂ എന്നേ വേണ്ടൂ. ഇതിപ്പോൾ അതുപോരാ.
അടുത്ത രാജകുമാരനാവാനുള്ള ആളാണ്. രാജകുമാരനാണ്, ഇനി യുവരാജാവായിട്ട് മാറേണ്ട ആളാണ്. അത് കഴിഞ്ഞാൽ പിന്നെ രാജാവാവണം. അപ്പോൾ ഈശ്വരൻ്റെ അവതാരമാണ്, പലതുമുണ്ട്. സ്നേഹം, പിന്നെ കുട്ടികളാണ്. അപ്പോൾ സ്നേഹത്തിന് പല കാരണങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് അതൊക്കെ ഉപേക്ഷിച്ചോളൂ, അങ്ങേക്ക് മംഗളം ഉണ്ടാവും. അങ്ങ് ദുഃഖിക്കണ്ട. ഈ ധർമാത്മാവായിട്ടുള്ള മഹാതേജസ്വിയായിട്ടുള്ള മഹാഋഷിയായിട്ടുള്ള ഈ വിശ്വാമിത്രൻ ഇങ്ങനെ ഏറ്റവും സാത്വികമായിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള വാക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ദശരഥ മഹാരാജാവ് വിശ്വാമിത്രൻ്റെ ഈ വാക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് ഇത് സമ്മതിക്കേണ്ടതെന്ന് വെച്ചില്ല. പേടിച്ചു പോയി, വിറച്ചു, ബോധം പോയി. കാരണം രാക്ഷസന്മാരുടെ അടുത്തേക്ക് ഈ കുട്ടികളെ അങ്ങോട്ട് വിടുക. അപ്പോൾ ഭയം വരാതിരിക്കുമോ? ഇത് സഹിക്കാൻ പറ്റിയില്ല, ഹൃദയം പൊട്ടിപ്പോയി. അപ്പോൾ തന്നെ വല്ലാതെ കണ്ട് വിഷമിപ്പിച്ചു ഈ കഠിനമായിട്ടുള്ള വിശ്വാമിത്രൻ്റെ വാക്ക് കേട്ടപ്പോൾ. ദുഃഖം അധികമായി കഴിഞ്ഞാൽ എന്താണ്ടാവുക? ബോധം പോവും. അങ്ങനെ ബോധം കെട്ട് താഴെ വീണുന്നാ. പിന്നെ 20-ാമത്തെ അധ്യായത്തിൽ പറയാണ്, 20-ാമത്തെ സർഗം. വിശ്വാമിത്രൻ ഇങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ രാജാവ് കുറച്ചു നേരം ബോധം പോയി വീണു എങ്കിലും വീണ്ടും ബോധം വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എൻ്റെ രാമൻ കുട്ടിയാണ്, യുവാവായിട്ടില്ല, 12 കഴിഞ്ഞ് 16-ൻ്റെ ഉള്ളിൽ എന്ന് കൂട്ടാം. അങ്ങനെ ഒരു പ്രായമാണ്. അപ്പോൾ ടീനേജ് ആണ്. അപ്പോൾ ഉത്തരവാദിത്വമൊന്നും ഏറ്റെടുക്കാറായിട്ടില്ല. രാക്ഷസന്മാരോടൊക്കെ യുദ്ധം ചെയ്യണമെങ്കിൽ അത് പ്രത്യേകമായിട്ട് ചില കഴിവുകളെയൊക്കെ സ്വയമായിട്ട് ആർജിക്കണം. അങ്ങനെ ഒരു അവസരവും കിട്ടിയിട്ടില്ല. അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ അതൊരു ശരിയല്ലല്ലോ, അങ്ങനെ പറയണത് ശരിയല്ല. എൻ്റെ അനേകം അക്ഷൗഹിണി സൈന്യം എനിക്കുണ്ട്, രാജാവ് പറയാണ്. അത് ഒരു പ്രയാസവും ഇല്ലാതെ കണ്ട് അങ്ങയുടെ ഈ കാര്യത്തെ നടത്തി തരും. അപ്പോൾ രാമനെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അങ്ങക്ക് യാഗം നടക്കുക, രാക്ഷസന്മാരെ വധിക്കുക, ഇത്രയല്ലേ വേണ്ടൂ. അപ്പോൾ ഈ ഭടന്മാരെ വേണ്ടൂ, ശൂരന്മാരും വിക്രമികളും മാത്രമല്ല പല ഈശ്വരാധീനം ഉള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് അസ്ത്രശസ്ത്ര ദിവ്യാസ്ത്രങ്ങളൊക്കെ കയ്യിലുള്ള ഭടന്മാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരെ വേണ്ടൂ. അങ്ങ് രാമനെ കൊണ്ടുപോണ്ട, ഈ സൈന്യത്തെ കൊണ്ടുപോയിക്കോളൂ. വേണമെങ്കിൽ ഞാൻ തന്നെ ഈ ധനുർധാരിയായിട്ട് അങ്ങോട്ട് വന്നോളാം. ദേവാസുര യുദ്ധത്തിൽ പങ്കെടുത്ത ആളാണ് ദശരഥൻ. അപ്പം അതുകൊണ്ട് ഈ കാര്യത്തിൽ യാതൊരു പ്രശ്നവുമില്ല. ഇഷ്ടംപോലെ അസുരന്മാരെയും രാക്ഷസന്മാരെയൊക്കെ വധിച്ച, അതേപോലെ വലിയ വലിയ നായാട്ടുകളൊക്കെ ചെയ്തതായിട്ടുള്ളൊരു മഹാരാജാവാണ്. അപ്പം അതുകൊണ്ട് ഞാൻ തന്നെ കൂടെ വരാം. ഈ എൻ്റെ കൊക്കിൽ ജീവുള്ള അത്രയും കാലം അങ്ങേക്ക് യാഗത്തിന് യാതൊരു തടസ്സം ഉണ്ടാവില്ല. ഞാൻ എന്താ സത്യം, അത് ഞാൻ ചെയ്തോളാം. അങ്ങയുടെ വ്രതചര്യ അത് വേണ്ട പോലെ ചെയ്തോളൂ, അതിനൊരു ദോഷവും സംഭവിക്കില്ല. അങ്ങ് രാമനെ കൊണ്ടുപോകണ്ട, കാരണം രാമൻ കുട്ടിയാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ ഈ അമ്പും വില്ലും പ്രയോഗിക്കുമ്പോൾ ധനുർവിദ്യ അത് കുറച്ചധികം പ്രയാസമുള്ളതാണ്. അതിവിശിഷ്ടമായിട്ടുള്ള ദിവ്യ അസ്ത്രങ്ങളെയൊക്കെ പ്രയോഗിച്ച് അതൊക്കെ ശീലം വരണം. അതൊന്നും ആയിട്ടില്ലല്ലോ. അപ്പോൾ യുദ്ധവിശാരദൻ എന്നുള്ളൊരു രീതിയിലേക്ക് രാമൻ എത്തിയിട്ടില്ല. ഇപ്പം പഠിപ്പ് കഴിഞ്ഞു, അത്രേ ആയിട്ടുള്ളൂ. പിന്നെ രാക്ഷസന്മാർക്ക് മായായുദ്ധം അറിയാം. അപ്പോൾ ഈ മായ ഒക്കെ പ്രയോഗിക്കുമ്പോൾ അത് ഈ കുട്ടിയായിട്ട് രാമൻ എങ്ങനെയാണ് അതിനെ മറികടക്കുക? രാമനെ പിരിഞ്ഞിട്ട് ഒരു മുഹൂർത്തം പോലും ഞാൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ളൊരു സമയത്താണ് അങ്ങ് ഈ അതിഗംഭീരന്മാരായിട്ടുള്ള മായായുദ്ധം പ്രയോഗിക്കുന്നതായിട്ടുള്ള രാക്ഷസന്മാരെ വധിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പ്രായമാകാത്ത ഈ ഉണ്ണിയെ, യുവത്വമായിട്ടില്ല, അങ്ങനത്തെ ഒരാളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ പഠിപ്പന്നെ പൂർത്തിയായിട്ടില്ല, പ്രായം തികഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ അങ്ങക്ക് ഈ രാമനെ കൂടെ വേണമെന്ന് നിർബന്ധം ഉണ്ടെച്ചാൽ ഞാനും കൂടെ വരാം, സൈന്യവും കൂടെ വരാം. അങ്ങനെ രാമൻ്റെ ഈ ഒപ്പം സാമീപ്യം ഉണ്ടായിക്കോട്ടെ. എന്നിട്ട് യുദ്ധം അത് ഞങ്ങൾ ചെയ്തോളാം, അല്ലെങ്കിൽ ഞാൻ ചെയ്തോളാം. എങ്ങനെ പറയാണ്? ജനിച്ചിട്ട് 60,000 വത്സരങ്ങൾ
60,000 വർഷം ഇപ്പോൾ കഴിഞ്ഞു എന്നാണ്. ബാലകാണ്ഡത്തിലെ 20ാമത്തെ സർഗത്തിൽ ദശരഥൻ വിശ്വാമിത്രനോട് പറയുന്ന വാക്കാണ് 10ാമത്തെ ശ്ലോകത്തിൽ. ചതുരംഗസമായുക്തം മയാ സഹ ച തം നയ 60 വർഷസഹസ്രാണി ജാതസ്യ മമ കൗശിക. എനിക്കിപ്പോൾ വയസ്സ് 60,000 കഴിഞ്ഞിരിക്കണം. മാത്രമല്ല കൃച്ഛ്രേണോൽപാദിതശ്ചായം ന രാമം നേതുമർഹസി ചതുർനാമാത്മജാനാം ഹി പ്രീതി പരമികാ മമ. എന്തുകൊണ്ട് എനിക്ക് പുത്രന്മാരോട് ഈ അതിയായിട്ടുള്ള താല്പര്യം ഉണ്ടായി? 60,000 കൊല്ലം ഞാൻ ജീവിച്ചു, എന്നിട്ടും എനിക്ക് പുത്രന്മാരുണ്ടായില്ല. ഇപ്പോൾ ഇതാ 4 കുട്ടികളെ എനിക്കുണ്ടായിട്ടുണ്ട്. വളരെ പണിപ്പെട്ടിട്ടാണ് ഈ 4 കുട്ടികളുണ്ടായത്. അപ്പോൾ അതിൽ 4 കുട്ടികളിൽ ഏറ്റവും പ്രിയപ്പെട്ടവനാരാ? മൂത്തവനായിട്ടുള്ള ഈ രാമനാണ്. ആ രാമനെ കൊണ്ടുപോകരുത്. ഈ രാക്ഷസന്മാരാരാ? ആരുടെ മക്കളാ? എന്താ അവരുടെ ശക്തി? ആരാണ് അവർക്ക് രക്ഷ? എങ്ങനെയാണ് അവരെ ചെറുക്കേണ്ടത്? രാമനായാലും ഞാനായാലും സൈന്യമായാലും ഈ മായായുദ്ധം ചെയ്യുന്നതായിട്ടുള്ള അവരെ ഏത് യുദ്ധമുറ ഉപയോഗിച്ചാണ് എതിർക്കേണ്ടത്? അവരുടെ ശക്തി എന്താണ്? അതൊക്കെ ഒരു പിൻബലം അതൊക്കെ അറിയണ്ടേ? അതൊക്കെ അറിഞ്ഞതിൻ്റെ ശേഷം ഞാൻ തന്നെ വന്നിട്ട് ആ കാര്യം നടത്തി തരാം. ഈ ദുഷ്ടന്മാരായിട്ടുള്ള അവരുടെ താമസം എവിടെയാണ്? അവരെ എങ്ങനെയാണ് ഞാൻ എതിർക്കേണ്ടത്? ഇവർ ഗർവിഷ്ഠന്മാരാവാനുള്ള കാരണം അവർക്ക് എന്ത് ബലമാണ് സ്വന്തമായിട്ടുള്ളത്? ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും ചോദിച്ചു. ഈ പൗലസ്ത്യ വംശജനായിട്ടുള്ള രാവണൻ എന്നുള്ളൊരു രാക്ഷസുണ്ട്. അവൻ ബ്രഹ്മാവിൽ നിന്ന് വരം നേടിയിട്ടുണ്ട്. 3 ലോകത്തെയും ജയിച്ച് 3 ലോകത്തിലും ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനേകം രാക്ഷസന്മാർ ആ രാവണൻ്റെ കൂടെയുണ്ട്. മഹാബലവാനാണ്, വീര്യവാനാണ്, രാക്ഷസന്മാരുടെ അധിപനാണ്, വൈശ്രവണൻ്റെ സഹോദരനാണ്, വിശ്രവസ മഹർഷിയുടെ പുത്രനാണ്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ പിൻബലമൊക്കെ ഉണ്ടെങ്കിൽ ഈ സുബാഹു മാരീചന്മാരെയൊക്കെ തോൽപ്പിക്കൽ അത്ര എളുപ്പമല്ല. അപ്പം അതിനൊന്നും രാമൻ പോരാ. അവൻ നേരിട്ട് യജ്ഞവിഘ്നം ഉണ്ടാക്കാത്തപ്പോൾ ഈ മാരീചനെയും സുബാഹുവിനെയുമാണ് യജ്ഞവിഘ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കണത്. അപ്പോൾ സംവാദം, അവർ രണ്ടുപേരും തമ്മിലുള്ള ഈ സംവാദം എങ്ങനെയാണ് ഈ രാക്ഷസന്മാരെ വധിക്കേണ്ടത്, രാക്ഷസന്മാരുടെ പിൻബലം എന്താണ്, അത് രാവണനിൽ വരെ എത്തി. അപ്പോൾ രാവണൻ അധിപനാണ്, അതിൻ്റെ താഴെയുള്ളൂ ബാക്കിയുള്ളവരൊക്കെ. അപ്പോൾ അവരുടെ ശിഷ്യന്മാരാണ് ഈ വരുന്നവർ. അത് വിശ്വാമിത്രന് സമ്മതിച്ചു. ശരിയാണ്. വിശ്വാമിത്രൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ രാജാവ് ഈ മുനിയോട് പറഞ്ഞു, ധർമ്മജ്ഞ, അങ്ങ് ഈ ദുരാത്മാവിനെ യുദ്ധത്തിൽ വകവരുത്താനുള്ള അല്ലെങ്കിൽ അവരെ തോൽപ്പിക്കാനുള്ള ശക്തി എനിക്ക് തന്നെ ഉണ്ടോയെന്ന് സംശയ. രാജാവ് പറയാ, എനിക്കില്ല. അത് ദശരഥൻ പറയാണ്, രാവണനെ വധിക്കാനുള്ള കഴിവ് എനിക്കില്ല. പിന്നെ എങ്ങനെയാണ് രാവണൻ ഉണ്ടാവുക? അപ്പം ഞങ്ങളെ കൊല്ലിക്കാനാണോ അങ്ങയുടെ ഉദ്ദേശം എന്നാ ചോദ്യം. അതുകൊണ്ട് എൻ്റെ മകനായിട്ടുള്ള രാമനോട് അങ്ങ് സ്നേഹപൂർവം പ്രസാദിച്ചുകൊണ്ട് ഈ അല്പഭാഗ്യനായിട്ടുള്ള ദശരഥനായിട്ടുള്ള ഞാൻ അങ്ങ് ഗുരുവാണ്. ആ ഗുരു എന്ന നിലയ്ക്ക് എന്നെ സമർപ്പിച്ചിരിക്കണം. അങ്ങ് എൻ്റെ ഈശ്വരനാണ്. ഈ ദേവ, ദാനവ, ഗന്ധർവ, യക്ഷ, പക്ഷി, പന്നഗാദികൾ ഏതെങ്കിലും ഒരു വിഭാഗം ഈ രാവണനെ യുദ്ധരംഗത്ത് ജയിച്ചിട്ടുണ്ടോ? അവർക്ക് ആർക്കും രാവണനെ തോൽപ്പിക്കാനുള്ള കഴിവില്ല. പിന്നെ ഈ മനുഷ്യൻ എങ്ങനെയാണ് രാവണനെ തോൽപ്പിക്കാൻ സാധിക്കുക? രാവണനാണെങ്കിൽ എതിരാളികളുടെ ശക്തി കൂടി യുദ്ധത്തിൽ ഈ രാവണനിലേക്ക് ആവാഹിക്കാൻ കഴിവുള്ള അത്രയും തപസ്യാണ്. അങ്ങനെയുള്ള അവനോട് ഞാൻ യുദ്ധം ചെയ്യാം, എന്നിട്ട് ഞാൻ മരിക്കുക. രാമൻ യുദ്ധം ചെയ്യുക, രാമൻ മരിക്കുക, സൈന്യം മുഴുവനെ നശിക്കുക, ഞാനും സൈന്യവും പുത്രന്മാരും. ഇങ്ങനെ എന്നെ ഞാൻ നശിപ്പിക്കാൻ തയ്യാറല്ല. എങ്ങനെയാണ് ഞാൻ ഈ ദേവതുല്യനായിട്ടുള്ള ഇങ്ങനത്തെ ആളുകളോട് അങ്ങനെ യുദ്ധം ചെയ്തിട്ട് എനിക്കും പരിചയമില്ല. ഈ ബാലനായിട്ട് രാമനെ ഞാൻ എങ്ങനെ അങ്ങയുടെ കൂടെ അയക്കുക?
അതിസുന്ദരന്മാരായിട്ടുള്ള ഈ മക്കള് യുദ്ധത്തിൽ സാധാരണ ചെയ്ത ഒരു ചെറിയ മത്സരമൊന്നല്ലാതെ ജീവൻ മരണ പോരാട്ടമാണ്. അപ്പം അതിൽ ഇങ്ങനെയുള്ള മായായുദ്ധം കാണിക്കുന്ന രാവണന്റെ പിൻബലമുള്ള മാരീച സുബാഹുക്കള് യജ്ഞവിഘ്നകരായിട്ട് തീർന്നു എങ്കിൽ അവരെ വധിക്കാനുള്ള കഴിവ് എനിക്കോ സൈന്യത്തിനോ എൻ്റെ കുട്ടികൾക്കോ ഇല്ല. അതുകൊണ്ട് ഈ കുട്ടികളെ ഞാൻ തരില്ല. എൻ്റെ സുഹൃത്ത് ഗണങ്ങൾ, ബന്ധുക്കൾ, അവരോടൊക്കെ യുദ്ധം ചെയ്യാൻ എനിക്ക് പ്രയാസമില്ല. കാരണം അവരൊക്കെ എനിക്ക് സമന്മാരാണ്. മനുഷ്യന്മാരെ എനിക്ക് തോൽപ്പിക്കാൻ കഴിയും. ഇങ്ങനെയൊക്കെ രാജാവ് പറഞ്ഞപ്പോൾ ഈ നെയ്യൊഴിച്ച അഗ്നികുണ്ഡം ആളിക്കത്തുന്നത് പോലെ വിശ്വാമിത്ര മഹർഷിയുടെ കോപം അങ്ങോട്ട് ജ്വലിച്ചു എന്നാണ്. ഇതി നരപതി ജൽപനാദ്വിജേന്ദ്രം കുശികസുതം സുമഹാൻ വിവേശമന്യു സുഹൃദ ഇവ മഖേഗ്നിരാജ്യസിക്ത സമഭവതുജ്വലിതോ മഹർഷിവന്നി. ഇതാണ് പറയുന്നത് കേട്ടപ്പോൾ രാമനെ അയക്കില്ല എന്നാണ് പറഞ്ഞത്. സാധാരണഗതിയിൽ ഈ മഹർഷിമാർ എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുന്നും പിന്നും ആലോചിച്ചും കൊണ്ടാണ് പറയുക. അപ്പോൾ അതിനൊരു വിഘ്നം വരെ അങ്ങനെ സംഭവിക്കാറില്ല. പ്രത്യേകിച്ച് മഹാഋഷിയാണ്, ഈ വസിഷ്ഠ മഹർഷിക്ക് തുല്യനാണ്, ബ്രഹ്മർഷിയാണ്, രാജാവായിട്ട് ജനിച്ച് ഈ ബ്രഹ്മർഷി പദത്തിൽ എത്തിയതാണ്. വിശ്വാമിത്ര മഹർഷിയുടെ മേന്മ വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ ഒരു അവസ്ഥയിലാണ് ഈ രാജർഷിയായിട്ടുള്ള ദശരഥ മഹാരാജാവ്. അപ്പോൾ അവർ തമ്മിൽ പറയുമ്പോൾ അതിനൊരു വിപരീതം അങ്ങനെ പതിവില്ല. ഇതങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ കോപിക്കപ്പെട്ടു. വിശ്വാമിത്രന് ആ കോപം അടക്കാൻ സാധിച്ചില്ല. 21-ാമത്തെ സർഗം തൊട്ട് പറയുകയാണ്, ഈ അച്ഛൻ എന്ന നിലയ്ക്ക് സ്നേഹം കൊണ്ട് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ശബ്ദം ഇടറി അച്ഛൻ്റെ, ദശരഥ മഹാരാജാവിൻ്റെ. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കൗശികൻ ഈ ഭൂമിയുടെ ചക്രവർത്തിയായിട്ടുള്ള, ഭൂമിയെ മുഴുവൻ ഭരിക്കുന്നതായിട്ടുള്ള രാജാവിനോട് പറഞ്ഞു, അങ്ങ് ആദ്യം പ്രതിജ്ഞ ചെയ്തുല്ലോ, എന്നിട്ടല്ലേ ഞാൻ ആവശ്യം പറഞ്ഞത്. അപ്പം ഇനി അതിനെ നിഷേധിക്കുമ്പോൾ പ്രതിജ്ഞാലംഘനല്ലേ വരിക. അപ്പം അതുകൊണ്ട് രഘുവംശത്തിന് ഈ പ്രതിജ്ഞാലംഘനം ശരിയാണ് എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ പറയുമ്പോൾ വിശ്വാമിത്രനും ഈ സൂര്യവംശ രാജാവാണ്. അപ്പോൾ കുലത്തിന് തന്നെ അപമാനം എന്ന നിലയ്ക്ക് അങ്ങ് ഇപ്പോൾ ഇതാ ഈ സത്യലംഘനം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അത് ശരിയാണോ? ഇങ്ങനെ ഞാൻ അങ്ങയോടൊരു കാര്യം ആവശ്യപ്പെട്ടിട്ട് അത് നിറവേറ്റി തരാത്ത രാജാവാണോ എന്ന് മനസ്സില. ഞാനിതാ പോവാണ്. കാകുത്സ്ഥൻ എന്ന് വെച്ചാൽ ഒരു രാജാവാണ് കകുത്സ്ഥൻ. ആ കകുത്സ്ഥൻ്റെ വംശത്തിൽപ്പെട്ടതായിട്ടുള്ള രാജാവേ, അങ്ങ് ഈ സത്യം ചെയ്യാന്നുള്ള നിലയ്ക്ക് നുണ പറഞ്ഞു, മിഥ്യാപ്രതിജ്ഞ. അപ്പം അത് ശപഥം പാലിക്കാത്തൊരവസ്ഥ വരിക. അങ്ങ് സുഹൃത്തുക്കളോട് കൂടിയിട്ട് ഇവിടെ രാജാക്കന്മാർക്ക് ചില ഗുണങ്ങളൊക്കെ ഉണ്ട്, ചൂതുകളി, മദ്യപാനം, ഇങ്ങനെയൊക്കെ ഒരിട്ടുണ്ട്. അതൊക്കെ ചെയ്തിട്ട് ഇവിടെ വസിച്ചോളൂ, ഇതൊന്നും ഇല്ലാത്ത ആളാണ് ദശരഥ മഹാരാജാവ്. അപ്പോൾ സുഖിച്ചോളൂ എന്ന് പറയുകയാണ്. ഞാൻ പോവുകയാണ്. ഇങ്ങനെ വിശ്വാമിത്ര മഹർഷി അങ്ങോട്ട് ശുണ്ഠി എടുത്തു കഴിഞ്ഞപ്പോൾ ഭൂമി കമ്പനം കൊണ്ടുവന്ന, ഭൂമി കുലുക്കണ്ടായി. മാത്രമല്ല ദേവന്മാരൊക്കെ ഭയപ്പെട്ടു. കാരണം ഈ ത്രിശങ്കു സ്വർഗം ഒക്കെ ഉണ്ടാക്കിയ ആളാണ്. ഹരിശ്ചന്ദ്രൻ്റെ അച്ഛനായിട്ട് ത്രിശങ്കുവിനെ സ്വർഗത്തിലേക്ക് പറഞ്ഞയച്ച ആളാണ്. അപ്പം അങ്ങനെയുള്ള ഒരാൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ കഴിവില്ലായിട്ടല്ല പറഞ്ഞത്, ചില ഉദ്ദേശങ്ങളെ കൊണ്ടാണ്. അത് ദേവന്മാർക്കൊക്കെ അറിയാം, ഈ രാജാവിനും അറിയാട്ടോ. പക്ഷേ എങ്കിലും പുത്രസ്നേഹം അത് മായയാണ്, അത് മറയ്ക്കപ്പെട്ടു. വിശ്വാമിത്രൻ്റെ ശുണ്ഠി കാരണം പ്രകൃതി ക്ഷോഭിച്ചു, ഭൂമി കുലുങ്ങി, സുനാമിയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഇങ്ങനെ ഈ 14 ലോകവും ഇതേപോലെ പേടിച്ച് വിറച്ചു. സുവ്രതനാണ്, ധീരനാണ്. മഹർഷിയുടെ ഈ അവസ്ഥ അത് കണ്ടു കഴിഞ്ഞപ്പോൾ വസിഷ്ഠ മഹർഷി രാജാവിനോട് പറഞ്ഞു,
അങ്ങ് ഇക്ഷ്വാകുവിൻ്റെ വംശത്തിൽപ്പെട്ട മനുവംശജനാണ്. ധർമ്മസ്വരൂപനാണ്. ബുദ്ധിയുണ്ട്, വിദ്യയുണ്ട്, നീതിമാനാണ്, യശസ്സുണ്ട്, ശ്രീയുണ്ട്. ധർമ്മലംഘനം ചെയ്തുകൂടാ. മഹാവിഷ്ണുവിൻ്റെ അച്ഛനാ. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഈ രഘുകുല ജാതനായിട്ടുള്ള ധർമാത്മാവായിട്ടുള്ള ത്രിലോകങ്ങളിലും യശസ്സുള്ളതായിട്ടുള്ള അങ്ങയുടെ ധർമ്മത്തെ അനുഷ്ഠിക്കണം. അധർമ്മത്തെ ഇങ്ങനെ കൂട്ടുപിടിക്കണ്ട. കാരണം ഇപ്പോൾ സത്യം ചെയ്തു, ആ സത്യത്തെ പാലിക്കാതിരിക്കുക എന്നൊരവസ്ഥ വരുമ്പോൾ സത്യലംഘനാണ്. അത് അധർമ്മമാണ്. ചെയ്യാമെന്ന് പറഞ്ഞൊരു വാക്ക് പറയുക, എന്നിട്ട് അത് ചെയ്യാതിരിക്കുക. ഇഷ്ടാപൂർത്തത്തിന് ഹാനി സംഭവിക്കും. അപ്പോൾ യജ്ഞഫലം അത് പ്രജകൾക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക എന്നത് മാനുഷിക പ്രവർത്തനം എന്ന നിലയ്ക്ക് കുളം, കിണർ തുടങ്ങിയുള്ള ജലാശയങ്ങൾ, പോലെ വീഥികൾ, പിന്നെ അങ്ങാടി, സത്രം, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, ഇതൊക്കെയാണ് ഈ പൂർത്തം. അതേപോലെ തന്നെ ഈ ദേവന്മാർക്ക് കൊടുക്കുന്നതാണ് ഇഷ്ടം. ഈ യാഗപൂജ, ഇഷ്ടി, അഗ്നിഹോത്രം, ഇതൊക്കെ ഉണ്ടല്ലോ, അത് കയ്യിൽപ്പെട്ടതാണ്. അപ്പോൾ അത് മുഴുവൻ ഫലമില്ലാതെ കണ്ടുവരും. അതുകൊണ്ട് രാമനെ വിട്ടു കൊടുക്കുക തന്നെ വേണം. രാമൻ ഈ കൃതാസ്ത്രനോ അകൃതാസ്ത്രനോ ആയിക്കോട്ടെ, അതായത് യുദ്ധം ചെയ്യാനുള്ള കഴിവ് ഉണ്ടോ ഇല്ലയോ, വിശിഷ്ടമായിട്ടുള്ള ദിവ്യ അസ്ത്രശസ്ത്രങ്ങളെ പ്രയോഗിക്കാൻ അറിയില്ലേ, ഇതൊന്നും ഇപ്പം അങ്ങ് ആലോചിക്കണ്ട. കുശിക വംശത്തിൽപ്പെട്ടതാണ്. ഈ അമൃതം ഒരു വലയമായിട്ട്, കവചമായിട്ടുണ്ട്. അഗ്നി ഒരു സുരക്ഷാ വലയമായിട്ടുണ്ട്. അങ്ങനെയുള്ള നിങ്ങളുടെ ഈ ധാരാളം യാഗങ്ങൾ ചെയ്തതിൻ്റെ ഒരു യാഗത്തിൻ്റെ പുണ്യമുണ്ട്. അത് മുഴുവൻ നിങ്ങൾക്ക് സുരക്ഷാ കവചമായിട്ടുണ്ട്. അപ്പോൾ രാമൻ സംരക്ഷിക്കപ്പെടും. പാരമ്പര്യം ക്ഷത്രിയരാണെങ്കിലും യാഗാദി കാര്യങ്ങൾ, ഇഷ്ടാപൂർത്തം തുടങ്ങിയുള്ള കാര്യങ്ങൾ, ബ്രാഹ്മണ പ്രീതി, ദേവപ്രീതി, ഇതൊക്കെ നിങ്ങൾക്കുണ്ട്. പിന്നെ എന്തിനാണ് നിങ്ങൾ പേടിക്കേണ്ടത്? കവചമുണ്ടല്ലോ. ഈ രാക്ഷസന്മാർക്ക് രാമനെ ജയിക്കാൻ സാധിക്കില്ല. ഋഷ്യശൃംഗൻ്റെ യാഗം കഴിഞ്ഞിട്ട് പായസം കിട്ടിയപ്പോൾ അതിലുണ്ടായതാണ് കൗസല്യക്കുണ്ടായ അങ്ങയുടെ പുത്രൻ ദേവാംശം. ഇതൊക്കെ അറിയാലോ. അപ്പം അതുകൊണ്ട് പേടിക്കണ്ട. ധർമ്മം രൂപം പൂണ്ടതായിട്ടുള്ള ദേവനാണ് ഈ അങ്ങയുടെ പുത്രനായിട്ടുള്ള നരൻ രാമൻ. അതുകൊണ്ട് വീരന്മാരിൽ അതിശ്രേഷ്ഠനാണ്. ഈ ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും വലിയ വിദ്യ അധിപനായിട്ടുള്ള ആ രാമനെ, തപസ്സിൻ്റെ വിദ്യയുടെ അധിപനായിട്ടുള്ള രാജാവായിട്ടുള്ള അങ്ങ്, എല്ലാറ്റിൻ്റെയും മൂർത്തിമത് ഭാവമായിട്ട് രാമനെ കണ്ടോളൂ. അങ്ങനെയുള്ള ഈ രാമന് എത്ര വലിയതായിട്ടുള്ള ബ്രഹ്മാസ്ത്രം പോലെയുള്ള അസ്ത്രങ്ങളെയും നേരിടാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് 3 ലോകങ്ങളിലും ഈ ചരാചരങ്ങളിലും രാമനെ വെല്ലാൻ വേറൊരാളില്ല. അപ്പോൾ രാക്ഷസനല്ല, അസുരനല്ല, ആരായാലും ഒന്നും കൂട്ടിയാൽ പറ്റില്ല. ആ രാമനെ നന്നായിട്ട് അറിയുന്നവരായിട്ടാണ് ദേവന്മാർ, ഋഷികൾ. അതേപോലെ തന്നെ ഇനി അറിയാൻ പോവുകയാണ് രാക്ഷസന്മാരും അസുരന്മാരും ഒക്കെ, ഗന്ധർവ, യക്ഷ, കിന്നരന്മാർ. അപ്പോൾ ആ രാമനെ ഇനി അങ്ങ് 14 ലോകത്തിലും ഒരാളും ഒന്നും ചെയ്യുമെന്ന് അല്ലെങ്കിൽ വധിക്കുമെന്ന് ചിന്തിക്കുകയേ വേണ്ട. രാമനെ മുഴുവനായിട്ട് അറിയുക എന്നത് ഈ 14 ലോകത്തിലുള്ള ഒരാൾക്കും സാധിക്കില്ല. ദേവാസുര, മർത്യ, തിര്യ ആർക്കും സാധിക്കില്ല. അപ്പം അതുകൊണ്ട് അങ്ങ് ഭയക്കുകയേ വേണ്ട. ഈ കൃശാശ്വൻ്റെ പരമ ധാർമ്മികരായിട്ടുള്ള പുത്രന്മാരായിട്ടാണ് ഈ 4 പേരും ജനിച്ചിട്ടുള്ളത്. കൗശികൻ പണ്ട് രാജ്യഭാരം ചെയ്തിരുന്ന സമയത്ത്, ഈ വിശ്വാമിത്രൻ രാജ്യഭാരം ചെയ്തിരുന്ന സമയത്ത് അതെല്ലാം ഇങ്ങനെയുള്ള പരമ്പരയ്ക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അതേപോലെ അസ്ത്രശസ്ത്രങ്ങളെല്ലാം ദക്ഷ പ്രജാപതിയുടെ പുത്രിമാരായിട്ടുള്ള അവരുടെ പുത്രന്മാരായിട്ട് പിറന്ന എല്ലാവർക്കും ഈ കഴിവുകളൊക്കെ ഉണ്ട്. അനേക രൂപര്, മഹാവീരര്, പ്രകാശം പരത്തുന്നവർ, എപ്പോഴും വിജയിക്കുന്നവർ, അതേപോലെ ദക്ഷപുത്രിമാരായിട്ടുള്ള 2 സുന്ദരിമാരെ, ജയ, സുപ്രഭ, പരമഭാസ്വരായിട്ടുള്ള അസ്ത്രശസ്ത്രത്തെ പ്രസവിച്ചത്
മുമ്പ് വരം നേടിയവളായിട്ടുള്ള ഈ ജയയ്ക്ക് ക്ഷയമില്ലാത്തവരും അതേപോലെ കാമരൂപികളും ആയിട്ടുള്ള 50 പുത്രന്മാരുണ്ടായി. ഒരു കഥ പറയാണ്. ഈ അസുര സൈന്യത്തിൻ്റെ വധത്തിനായിക്കൊണ്ട് സുപ്രഭയും സംഹാരന്മാർ എന്ന് പേര് കൊണ്ടതായിട്ടുള്ള ദുർധർഷന്മാരും ആക്രമിക്കാനാവാത്തതായിട്ടുള്ള 50 പുത്രന്മാരെ ദേവസ്ത്രീകൾ പ്രസവിച്ചു. അത് ദേവസ്ത്രീകൾ വെച്ചാൽ ദേവസ്ത്രീകളായിട്ടല്ല എങ്കിലും മനുഷ്യ രൂപത്തിലാണ്. അവർ അസ്ത്രങ്ങളെയും അതേപോലെ ധർമ്മജ്ഞനായിട്ടുള്ള ഈ കുശികാത്മജൻ നന്നായിട്ട് അറിഞ്ഞിരിക്കുന്നു. അദ്ദേഹം മുമ്പില്ലാത്തതായിട്ടുള്ള അതിനെ സൃഷ്ടിക്കുന്നതിൽ ശക്തനാണ്, ധർമ്മജ്ഞനാണ്, മഹാത്മാവാണ്. ഈ വിശ്വാമിത്ര മഹർഷിക്ക് അറിവില്ലാത്തതായിട്ട് യാതൊന്നും തന്നെ ഈ ഭൂമിയിൽ മുമ്പോട്ടായിട്ടില്ല, ഇനിയോട്ട് ഉണ്ടാവാനും പോകുന്നില്ല. അതുകൊണ്ട് ഇത്രയേറെ വീര്യവാനായിട്ടുള്ള മഹാതേജസ്വിയായിട്ടുള്ള മഹായശസ്വിയായിട്ടുള്ള ഈ വിശ്വാമിത്ര മഹർഷിയോട് കൂടിയിട്ട് രാമനെ അയച്ചോളൂ, ഒരു കുറവും വരില്ല. അപ്പോൾ ഇവിടെ വസിഷ്ഠ മഹർഷി സൂചന കൊടുത്തു. ദിവ്യാസ്ത്രങ്ങൾ കൊടുക്കുവാൻ ഈ വിശ്വാമിത്ര മഹർഷിക്ക് സാധിക്കൂ. അപ്പോൾ വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ അടുത്ത PhD വിദ്യ, അതായത് അതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു അറിവ് ഇനി കിട്ടാനുണ്ട്. ഇപ്പോൾ ഇവിടെ കുലഗുരു പഠിപ്പിച്ചതായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ വസിഷ്ഠൻ്റെ വക പ്രത്യേകമായിട്ട് ചില പഠിപ്പിക്കൽ, പിന്നെ യോഗവാസിഷ്ഠൻ ജ്ഞാനവാസിഷ്ഠൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വേറെ. അപ്പോൾ 19 തരത്തിൽപ്പെട്ടതായിട്ടുള്ള വിദ്യകൾ മുഴുവൻ രാമൻ പഠിച്ചിരിക്കണം. അതിൽ യുദ്ധം, ധനുർവേദം അത് കുറച്ച് അധികം പഠിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉപരിപഠനങ്ങൾ പലതും വസിഷ്ഠനാ കിട്ടിയത് പോരാ, മറ്റുള്ളവരിൽ നിന്നും കൂടി കിട്ടണം. അപ്പോൾ അതിൽ തുടക്കമാണ് വിശ്വാമിത്രൻ. അതിനെയാണ് ഇവിടെ സൂചിപ്പിച്ചത്. വിശ്വാമിത്രൻ എന്ന് പറഞ്ഞാൽ തന്നെ ഈ ആയുധങ്ങളുടെ മുഴുവൻ, എല്ലാ ആയുധങ്ങളുടെയും ഈ ജനിപ്പിക്കുക എന്ന ആയുധങ്ങൾ ജനിപ്പിക്കുന്നതായിട്ടൊരു ദേവതാ വർഗമുണ്ട്. ആ ദേവതാ വർഗത്തിനൊക്കെ അച്ഛനാണ് ഈ കുലത്തിൽപ്പെട്ട പല മഹാഋഷികളും. അതിനെയൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ്. അതാണ് 50 പുത്രിമാരുണ്ടായിരുന്നു, അവർക്ക് 50 പുത്രന്മാരുണ്ടായി എന്നൊക്കെ പറയാനുള്ള കാരണം. ആ പാരമ്പര്യം ഉണ്ടായതുകൊണ്ട് അങ്ങ് ഈ വിശ്വാമിത്ര മഹർഷി പറഞ്ഞതെല്ലാം കേട്ടോളൂ. അങ്ങയുടെ പുത്രൻ്റെ ഹിതത്തിനായിട്ടാണ്, നന്മ ആഗ്രഹിച്ചിട്ടാണ് ഇവിടെ അദ്ദേഹം വന്നിരിക്കുന്നത്. കൂടെ പറഞ്ഞയക്കണം, സന്തോഷത്തോടു കൂടിയിട്ട് പറഞ്ഞയക്കണം. ഭൂമിയെ ഭരിക്കുന്നതായിട്ടുള്ള രഘുകുലത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ദശരഥൻ എന്ന് വെച്ചാൽ തന്നെ 10 ദിക്കിലേക്ക് ഒരേപോലെ രഥം പായിച്ചുകൊണ്ട് യുദ്ധം ചെയ്യാനുള്ള കഴിവാണ്. 10 ദിക്കിന്ന് ഒരുമിച്ച് ദശരഥനെ ആക്രമിച്ചാലും ദശരഥനാണ് ജയിക്കുക, അത്രയ്ക്കുള്ള കഴിവുണ്ട്. അങ്ങനെയുള്ള കുശികാത്മജനായിട്ടുള്ള ആ വംശത്തിൽപ്പെട്ട അങ്ങയുടെ പുത്രനായിട്ടുള്ള ഈ രാഘവൻ്റെ ഇപ്പോഴുള്ള ഈ വിശ്വാമിത്രൻ്റെ കൂടെ ഉള്ള പോക്ക് അങ്ങ് സമ്മതിക്കുകയാണ് വേണ്ടത്, നിഷേധിക്കരുത്. ഇങ്ങനെ വസിഷ്ഠൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ രാജാവ് ഈ ദശരഥനെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് രാമനെയും ലക്ഷ്മണനെയും വിളിച്ചു. എന്നിട്ട് അമ്മയ്ക്കും അച്ഛനും നമസ്കാരാദികളെയൊക്കെ ചെയ്യിപ്പിച്ചുകൊണ്ട് ആ കുമാരന്മാരെ പറഞ്ഞയക്കുകയാണ്. എല്ലാ ആശംസകളും അവിടെ പറയാണ്. 22ാമത്തെ സർഗത്തിൽ പറയണു, ഇങ്ങനെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ നല്ലത് വരട്ടെ എന്ന് ആശംസകളൊക്കെ നൽകിയതിൻ്റെ ശേഷം വസിഷ്ഠ മഹർഷി ചില യാത്രയാക്കുമ്പോൾ, ഇങ്ങനെയുള്ള യാത്രയാക്കുമ്പോൾ കുറച്ചും കൂടി അധികം ചില മംഗളവാക്യങ്ങളൊക്കെ പറയണം. സ്വസ്തി സൂക്തം അതൊക്കെ ചൊല്ലണം. അതൊക്കെ വസിഷ്ഠൻ തന്നെ ചൊല്ലി എന്നിട്ട് അവരെ യാത്രയാക്കുകയാണ്. ആ പുത്രസ്നേഹം കൊണ്ട് വസിഷ്ഠ മഹർഷി ഈ രാമൻ്റെയും ലക്ഷ്മണൻ്റെയും ഒക്കെ ശിരസ്സിൽ ആഘ്രാണിക്കുക എന്നാണ് പറയുക. അതൊരു പ്രത്യേകമായിട്ടുള്ളൊരു അനുമോദനമാണ്, ഒരു തമ്മിലുള്ള യോജിപ്പിക്കലും ആണ്. സംഗതി തലയിൽ ചുംബിക്കുക എന്നതാണ് വിഷയമെങ്കിലും അത് ഈ ശിരസ്സിലൊരു മറ്റേ സഹസ്രാര പത്മാണല്ലോ, അവിടെ ഒരു ഹോളുണ്ട്. അപ്പോൾ ആ ഹോള് ഈ ജീവനെ രക്ഷിക്കാനും ജീവനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു ബന്ധം ഉണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കും. ഒരു അറ്റാച്ച്മെൻറ്റ്.
അതിനെ പ്രാകൃതിക ഭാവത്തിൽ പ്രകടിപ്പിക്കുന്നതാണ് ഈ ആഘ്രാണം. ആഘ്രാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ ചുംബിക്കുക, അതേപോലെ തന്നെ അത് അകത്തേക്ക് ശ്വസിച്ച് ആ ജീവനെ തന്നിലേക്ക് ആക്കുക, തൻ്റെ തന്നെയാണ് എന്നുള്ളത് ഉറപ്പാക്കുക. ഇനി അങ്ങോട്ട് തിരിച്ചും രണ്ടുമുണ്ട് സ്വതേ. അപ്പോൾ ഏതായാലും അതാണ് ഈ ആഘ്രാണം. ആലിംഗനം എന്ന് പറയുമ്പോൾ രണ്ട് ശരീരവും കൂടിയിട്ട് ഒന്നായിട്ട് കെട്ടിപ്പിടിക്കുക. നെറ്റിയിലാണ് നമ്മളൊക്കെ ചുംബിക്കുക, നമുക്ക് അതിനുള്ള കഴിവേ ഉള്ളൂ. മറ്റതങ്ങനെയല്ല. സഹസ്രാര പത്മത്തിൻ്റെ ആ ഹോള് ഈ മൂക്കിൻ്റെ ശ്വാസോച്ഛ്വാസത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഊർജപ്രദാനം, ഊർജ സ്വീകരണം, സുരക്ഷ, ഒരു കവചം, ഒരു യോജിപ്പിക്കൽ, ഇങ്ങനെ പലതും ഉണ്ടായത്. അതൊന്നും നമ്മളെപ്പോലുള്ളവർക്ക് സാധിക്കില്ല. അതൊക്കെ ഈ യോഗവിദ്യ അറിയുന്നവർക്ക് മാത്രം ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ചെയ്തു എന്നാണ് ഇവിടെ പറഞ്ഞതിൻ്റെ സാരം. ലൗകികമായിട്ട് അവിടെ ശിരസിൽ ചുംബിച്ചു. എങ്ങനെയായാലും ഇങ്ങനെ കുട്ടികളെ കൊണ്ട് പോണ സമയത്ത് വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ടാണ് ഈ വിശ്വാമിത്ര മഹർഷി, കാരണം തൻ്റെ ഒരു ദൗത്യം മഹാവിഷ്ണുവിന് താൻ ഉപദേശിക്കാൻ പോവുകയാണ്. അത് പരമഭാഗ്യ. അപ്പോൾ അതിനൊരവസരം ഇപ്പോൾ ഇതാ കൈവന്നിരിക്കണോ. കുറച്ച് ചുണ്ടിയെടുക്കേണ്ടി വന്നു, എന്നാലും സന്തോഷമായി. വിശ്വാമിത്രൻ സന്തോഷത്തോട് കൂടിയിട്ട് പുത്രന്മാരെ ഈ രാമനെയും ലക്ഷ്മണനെയും കൊണ്ട് പോവുകയാണ്. അങ്ങനെ പ്രത്യേകമായിട്ടുള്ള അലങ്കാരങ്ങളൊക്കെ ചെയ്ത റോഡ്, വീഥി, പൊടി പോലും ഉണ്ടാവണില്ല. അതാ. അപ്പോൾ എത്ര ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് കണക്കാക്കിയാൽ മതി. നമ്മൾ സാധാരണ ഈ മണ്ണിട്ട റോഡാവും. അപ്പോൾ അവിടെ ആ വീഥിയിൽ പൊടി ഉണ്ടാവും രഥം പോകുമ്പോൾ. ആ രഥത്തിൽ ഈ യാത്രയ്ക്ക് പൊടി പോലും ഉണ്ടാവണില്ല. അപ്പോൾ എത്ര മനസ്സിരുത്തിയിട്ടുണ്ടാവും. ഇന്നത്തെ ടാറിങ് ഒന്നും ഇല്ലല്ലോ എന്ന്. അതേപോലെ ചക്രത്തിന് വ്യത്യാസം ഉണ്ടാവുമല്ലോ. ഏതായാലും ഇങ്ങനെ രാമനും വിശ്വാമിത്രനും കൂടിയിട്ട് യാത്ര തുടങ്ങിയ സമയത്ത് ദേവന്മാർ പുഷ്പവൃഷ്ടിയൊക്കെ ചെയ്തു. ആകാശത്തുനിന്ന് ഈ വാദ്യഘോഷങ്ങൾ, ശംഖ് വിളിക്കൽ, ഇതൊക്കെ പെരുമ്പറ, ഇതൊക്കെ കേട്ടു. വേദസ്തുതി, ദേവസ്തുതി, ദേവദുന്ദുഭി, ഇങ്ങനെയൊക്കെ പലതുണ്ടായി. വിശ്വാമിത്രൻ മുന്നിൽ നടന്നു, അതിൻ്റെ പിന്നിൽ രാമൻ നടന്നു, അതിൻ്റെ പിന്നിൽ ഈ ലക്ഷ്മണനും നടന്നു എന്നാണ്. വിശ്വാമിത്രോ യയാവഗ്രേ യയൗ അഗ്രേ തതോ രാമോ മഹായശാ കാകപക്ഷധരോ ധന്വി തം ച സൗമിത്രിരന്വഗാത്. ഇങ്ങനെ വിശ്വാമിത്രനും രാമനും ലക്ഷ്മണനും ആയിട്ടാണ് യാത്ര. രണ്ട് വശത്തും ഓരോ ആവനാഴി. ഈ അമ്പ് ഒരിക്കലും കഴിയില്ല, അങ്ങനെയാണ്. കയ്യിൽ അമ്പുണ്ട്, വില്ലുണ്ട്. 10 ദിക്കിലും ഒരേപോലെ പ്രകാശത്തെ ചൊരിഞ്ഞുകൊണ്ടാണ് രാമൻ മാത്രമല്ല, ലക്ഷ്മണനായാലും അതെ, അതേപോലെ തന്നെ ഈ വിശ്വാമിത്രനായാലും അതെ. പിന്നെ ലോകത്തെ മുഴുവൻ താങ്ങുന്നതായിട്ടുള്ള അനന്തനെ പോലെയുള്ള കഴിവ്. ഈ അനന്തൻ്റെ കൊട, ഭണം, അത് കൊടയായിട്ട് പിടിക്കുമ്പോൾ ആ രാമൻ എത്രത്തോളം സംരക്ഷിതനാവും. മഴ വരില്ല, വെയിൽ വരില്ല, അങ്ങനെ പലതും ഉണ്ടല്ലോ. എന്ന കൂട്ടത്തിൽ കൃഷ്ണനെ അമ്പാടിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അനന്തൻ കൊട പിടിച്ചു എന്ന് പറയില്ലേ. എന്ന കൂട്ടത്തിൽ ലക്ഷ്മണൻ പിന്നിൽ നടക്കണേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഉപമ വന്നത് അങ്ങനെയാണ്. ഈ അനന്തൻ മഹാവിഷ്ണുവിന് കൊട പിടിച്ച കൂട്ടത്തിൽ, ഭണത്തെ പിടിച്ച കൂട്ടത്തിൽ സംരക്ഷിത വലയം തീർത്തു എന്നാണ്. ഭഗവാൻ സദേ അതിൻ്റെ ആവശ്യമുണ്ടായിട്ടല്ല, പക്ഷേ ലക്ഷ്മണൻ അത് ചെയ്തു. അതാണ്. ഇങ്ങനെ ബ്രഹ്മാവിനെ അശ്വിനി ദേവകൾ എന്ന പോലെ അനുഗമിച്ചു. വിശ്വാമിത്രനെ ബ്രഹ്മാവായിട്ട് കണക്കാക്കി, രാമനെയും ലക്ഷ്മണനെയും അശ്വിനി ദേവകളായിട്ട് കണക്കാക്കി. അങ്ങനെ പ്രകാശിതരായിട്ടുള്ള, ശോഭിക്കുന്നതായിട്ടുള്ള, ആരാലും നിന്ദ വരാത്ത വിധം യശസ്വികളായിട്ടുള്ള, ധനുർധാരികളായിട്ടുള്ള, സർവ അലങ്കൃതരായിട്ടുള്ള, അതേപോലെ ഈ കവചങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ട്. അത് ഉടുമ്പിൻ്റെ തോല്, ആമയുടെ പുറം, അങ്ങനെയില്ലേ, അങ്ങനെയുള്ള അതൊക്കെയാണ്. അങ്ങനെ പലതും ഉണ്ട്. കവചങ്ങൾ ഏതൊക്കെയാണ് ധരിക്കേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച്. ഏതായാലും ഇതൊക്കെ അങ്ങനെ കവചങ്ങളൊക്കെ ധരിച്ച് ഈ പ്രകാശം സ്വയമേവ തന്നെ സ്വപ്രകാശസ്ഥിത ഭാവമുണ്ട് ഇവർക്കൊക്കെ. അങ്ങനെയുള്ള ജ്യേഷ്ഠാനുജന്മാർ വിശ്വാമിത്രനെ അനുധാവനം ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒപ്പം നടക്കുകയാണ്. അതേപോലെ വിശ്വാമിത്രനെ അറിയാൻ ഞെരുക്കം,
വിശ്വാമിത്രന് രാമനെ അറിയാൻ ഞെരുക്കം, ഇങ്ങനെയൊക്കെ പല കാരണം ഒന്ന് ദേവനാണ്, ദേവാംശമായിട്ട് പിറന്നതാണ്, എന്നാൽ മറച്ചിട്ട് മനുഷ്യ അവസ്ഥയിലാണ് ഉള്ളത് രാമൻ. എങ്ങനെയായാലും അപ്രാപ്യമായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അപ്രാപ്യനായിട്ടുള്ള പരമശിവനെ ഈ സുബ്രഹ്മണ്യനും അതേപോലെ വിശാഖനും എന്ന പോലെ വിശ്വാമിത്രനെ ഈ രാമനും ലക്ഷ്മണനും കണ്ടു എന്നാണ്. മഹാദേവൻ്റെ മകനും ശിഷ്യനും അങ്ങനെയുള്ള ആ സ്ഥാനത്ത് ശിഷ്യനും മകനും മഹാദേവനെ കാണുന്ന പോലെ രാമചന്ദ്രന്മാർ വിശ്വാമിത്രനെ കണ്ടു. അപ്പോൾ ഉപമ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് കൂടുതൽ ആയിട്ട് കാണുക, ഒന്ന് ഇങ്ങോട്ട് കുറച്ച് കാണുക. രാമനും സീതയും കൃഷ്ണനും രുക്മിണിയും ഇന്ദ്രനും ശചീദേവിയും സ്വർഗത്തിൽ കഴിയുന്ന പോലെ ഭൂമിയിൽ വസിച്ചു എന്ന് പറയുമ്പോൾ ഇന്ദ്രനും ശചീദേവിയും ഈ രാമൻ്റെയും കൃഷ്ണൻ്റെയും താഴെ. പക്ഷേ ഉപമ അങ്ങനെയാണ്. കാരണം അപ്പോൾ അവർ സ്വർഗത്തിലും ഈ സമയത്ത് ഇവിടെ ഭൂമിയിലാണ് വിഷ്ണു. അതുകൊണ്ട് വിഷ്ണു ലക്ഷ്മി ഭൂമിയിലായതുകൊണ്ട് ഇങ്ങനെ ഉപമിക്കാറുണ്ട്. അപ്പോൾ ഉപമ രണ്ട് തരത്തിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഉപമയാണ് ഇവിടെ ചെയ്തത്. അങ്ങനെ സരയൂ നദിയുടെ തെക്കേ തീരത്തു കൂടി ഇങ്ങനെ 1.5 യോജന, ഏകദേശം ഒരു 12 നാഴിക നടന്നു കഴിഞ്ഞപ്പോൾ രാമ എന്ന് അതിമധുരമായിട്ട് വിശ്വാമിത്രൻ സംബോധന ചെയ്ത് രാമനെ വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, വത്സ, ഒരു ലേശം വെള്ളം കൊണ്ടുവരൂ, ആചമനാദി കാര്യങ്ങളെല്ലാം ചെയ്യൂ, എന്നിട്ട് ഞാൻ പറയുന്ന ഈ മന്ത്രങ്ങളെ സ്വീകരിച്ചോളൂ. ആദ്യമേ തന്നെ ഈ മന്ത്രത്തെ കൊടുക്കുകയാണ് ഉണ്ടായത്. വിശ്വാമിത്രൻ തൻ്റെ ഒപ്പം വന്നതായിട്ടുള്ള ഈശ്വരന്മാരായിട്ടുള്ള ഈ രാമനും ലക്ഷ്മണനും മനുഷ്യഭാവേന അവർ ഈശ്വരത്വത്തെ മറച്ചിരിക്കുകയാണ്. ഗുരുസ്ഥാനത്താണ് വിശ്വാമിത്രനുള്ളത്. അവർക്ക് ആദ്യമേ തന്നെ കൊടുത്തത് ബല അതിബല എന്ന 2 മന്ത്രങ്ങൾ. ഈ മന്ത്രങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, മന്ത്രസിദ്ധി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ യാത്രാക്ഷീണാദി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതേപോലെ ശരീരം ഒരു വിഷമാവസ്ഥയിൽ എത്തില്ല. ക്ഷീണം കൊണ്ടോ വാർദ്ധക്യം കൊണ്ടോ ശരീരത്തിന് ചില അവസ്ഥ മാറലൊക്കെ ഉണ്ട്, അതൊന്നും ഉണ്ടാവില്ല. അതേപോലെ നിരൃതി യമൻ, ഭഗവാൻ തന്നെ വിഷ്ണു തന്നെയാണത്. ആ നിരൃതി പുത്രന്മാർ ഉറങ്ങുമ്പോഴോ ഓർക്കാപ്പുറത്തോ ആക്രമിക്കുകയില്ല. ചാൽ മൃത്യുദേവൻ പോലും അവിടെ വരില്ല. അതാണ് ഈ കയ്യൂക്ക് കൊണ്ട് ആ ബല അതിബല എന്നുള്ള മന്ത്രസിദ്ധി ഉള്ള ഒരാൾക്കും ജയിപ്പിക്കാൻ സാധിക്കില്ല, ഒരാൾക്കും ജയിക്കാൻ സാധിക്കില്ല. അവർ എല്ലാവരെയും ജയിക്കുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് ആ 2 മന്ത്രം ആദ്യം പറഞ്ഞു കൊടുത്തു. ഇപ്പം യാത്രാക്ഷീണം ഉണ്ടാവരുത്, അത് വളരെ പ്രധാനമാണ്. അതേപോലെ ഈ ആഹാരം, ഉറക്കം, ഇത് രണ്ടും ഒഴിവാക്കിയാലും ശരീരത്തിന് ക്ഷീണാദികൾ സംഭവിക്കാൻ പാടില്ല. ഇനി 12 കൊല്ലം ആഹാരം കഴിക്കാൻ പാടില്ലാത്തൊരവസ്ഥയിലേക്ക് ലക്ഷ്മണൻ എത്തുന്നുണ്ട്. എന്നാലേ രാവണൻ്റെ മകനായിട്ടുള്ള മേഘനാഥനെ വധിക്കാൻ പറ്റും. അപ്പോൾ അതിനൊക്കെ ഈ ബലാതിബല വേണം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് സൂചിപ്പിക്കുകയാണ്. അവിടെ സൂചനയൊന്നുമില്ല, അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ കൊടുക്കുന്നത്. അങ്ങനെ 3 ലോകത്തിലും നിനക്ക് തുല്യനായിട്ട് ആരും ഉണ്ടാവില്ല, ഈ മന്ത്രത്തെ ഗ്രഹിച്ചോളൂ, സിദ്ധി നേടിക്കോളൂ എന്നെല്ലാം പറഞ്ഞ് അനുഗ്രഹിച്ചു. മന്ത്രങ്ങൾ ഈ ബല അതിബല അത് ജപിച്ച് ഉരുവിടിപ്പിച്ചുകൊണ്ട് എല്ലാ സൗഭാഗ്യങ്ങളും ഇത് കാരണം കിട്ടും. അതേപോലെ ജ്ഞാനം തൊട്ടുള്ള കാര്യങ്ങൾ, ബുദ്ധി തൊട്ടുള്ള ചില വിശേഷ അനുഭവങ്ങൾ, ഈ ദയാദാക്ഷിണ്യം, ഇങ്ങനെ ധർമ്മത്തിൻ്റെ 4 പാദങ്ങളും തപസ്, ശുദ്ധി, സത്യം, ദയ, ഇത് രാജാവിന് നിർബന്ധമാണ്. അപ്പോൾ ആ ഒരു ഭാവത്തിലേക്ക് ഇത് എത്തും. അതിപ്പോൾ എത്രത്തോളം അതിനെ സ്വീകരിക്കുന്നതോ അത്രത്തോളം ഈശ്വരഭാവത്തെ കിട്ടും. അത്രത്തോളം ഈശ്വരഭാവം എന്ന് വെച്ചാൽ ഉദ്ദേശിച്ചത് എല്ലാവരേക്കാളിലും മീതെ എന്നുള്ള അർത്ഥത്തിലാണ്. അതുകൊണ്ട് അങ്ങക്ക് താഴെയാണ് ഇനി ബാക്കി എല്ലാവരും ഉണ്ടാവുള്ളൂ. ഈ സിദ്ധി, മന്ത്രസിദ്ധി നേടിക്കോളൂ. അതേപോലെ എന്തും തരാൻ പ്രാപ്തിയുണ്ട് ഈ മന്ത്രത്തിന്. ഇഹഭോഗ സുഖങ്ങളെ
അതേപോലെ ശത്രു വരികയാണെന്ന് വെച്ചാൽ ആ ശത്രുവിനെ ജയിക്കാനുള്ള ചില കഴിവ്, ആയുധങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ. വിശപ്പ് ദാഹമൊന്നും ഉണ്ടാവില്ല. അവർ വിശപ്പും ദാഹവും സ്വതേ ബ്രഹ്മാവിൻ്റെ പുത്രിമാരാണ്. നമ്മൾ ആയുധങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, ദേവതകളുടെ പുത്രന്മാരാണെന്ന് പറഞ്ഞില്ലേ. എന്ന കൂട്ടത്തിൽ ഈ വിശപ്പും ദാഹവും ബ്രഹ്മദേവൻ്റെ പുത്രിമാരാണ്. തേജസമന്വിതകൾ. ലോക രക്ഷണത്തിനായിക്കൊണ്ട് ഇവയെ സ്വീകരിക്കുക. ഇത് ബലാതിബല കിട്ടിക്കഴിഞ്ഞാൽ ഈ വിശപ്പും ദാഹവും പിന്നെ വരില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ബ്രഹ്മാവിൻ്റെ പുത്രിമാരായിട്ടുള്ള ഈ മന്ത്രങ്ങളെയും അങ്ങ് സ്വീകരിച്ചോളൂ. അതുകൊണ്ട് ഭൂമിയിൽ എന്നും യശസ് നേടാൻ സാധിക്കും. കാകുത്സ്ഥനായിട്ടുള്ള അങ്ങയ്ക്ക് മാത്രമേ ഇതൊക്കെ നേടാൻ സാധിക്കുള്ളൂ. മന്ത്രം ഉപദേശിക്കുന്നയാൾക്ക് സിദ്ധി വരണമെന്നാണ് നിയമം. ഇത് വിശ്വാമിത്രന് അത് ഉണ്ടായിണ്ടാവും. എങ്കിലും എല്ലാവരും ഈ ഉപദേശിക്കുന്ന ഗുരുക്കന്മാർ മുഴുവൻ അങ്ങനെയാണോ എന്നുള്ളത് ചർച്ചയുണ്ട് സ്വത്. ഇപ്പോൾ വിശ്വാമിത്രൻ, വസിഷ്ഠൻ, അഗസ്ത്യൻ, ദുർവാസാവ് എന്നൊക്കെ പറയുമ്പോൾ ഉപമന്യു, ഇവരൊക്കെ മാക്സിമത്തിൽ മാക്സിമം. അപ്പോൾ അവർക്ക് ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ മന്ത്രം ഇങ്ങനെയാണ് കേട്ടോ, ഇതിൻ്റെ ഫലം ഇതാണ് കേട്ടോ. സ്വന്തം സ്വാനുഭവം കൊണ്ട് സിദ്ധി നേടിയാലേ ഉപദേശിക്കാവൂ എന്ന നിയമമുണ്ടെങ്കിലും അല്ലാതെ കണ്ടും നിയമം കൊടുക്കാം, ഉപദേശത്തെ കൊടുക്കാം. അത് വേണ്ട രീതിയിൽ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, എനിക്ക് സാധിച്ചില്ല എന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാനുള്ള വ്യവസ്ഥയുണ്ട്. അത് മാതംഗി മഹർഷി ഈ ശിഷ്യയായിട്ടുള്ള രാക്ഷസിയായിട്ടുള്ള ശബരിക്ക് രാമനെ ധ്യാനിച്ചോളൂ, രാമൻ വരും, എനിക്ക് രാമനെ കാണാനുള്ള യോഗമില്ല. പക്ഷേ ശിഷ്യയായിട്ടുള്ള ഈ ശബരിക്ക് അതിന് യോഗമുണ്ട്. ഫലത്തെ സംഭരിച്ച് അത് കൊടുത്തോളൂ എന്നാണ് പറഞ്ഞത്. രാമനാമം ജപിപ്പിച്ചു, രാമനാമത്തിൻ്റെ ഫലത്തെ സമർപ്പിച്ചോളൂ എന്നാണ് പറഞ്ഞത്. ശബരിക്ക് ബുദ്ധിയില്ലാത്തത് കൊണ്ട് ശബരി ചെയ്തത് പഴങ്ങളെ കൊടുക്കുകയാണ് ഉണ്ടായത്. രാമനാമത്തിൻ്റെ പുണ്യമാണ് ഈ ഫലം. അപ്പോൾ മാതംഗി മഹർഷിക്ക് എല്ലാ ജ്ഞാനം ഉണ്ടായിട്ടും ഭഗവത് ദർശനം കിട്ടിയില്ല. അർഹതയുള്ളതായിട്ടുള്ള ഈ രാക്ഷസിയായിട്ടുള്ള ഒരു ജ്ഞാനവും ഇല്ലാത്ത ശബരിക്ക് ഈ മാതംഗ മഹർഷിയുടെ രാമനാമ ജപ ഉപദേശം കൊണ്ട് അതല്ല ചെയ്തത് എങ്കിലും രാമനാമം ജപിച്ചിട്ടുണ്ട്, രാമനെ മാത്രം സ്മരിച്ചിട്ടുണ്ട്, അതിൻ്റെ ഫലമാണ്, പുണ്യമാണ് കൊടുക്കേണ്ടത്. കൊടുത്തത് പഴങ്ങളാണ്. പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതാണ്. എന്ന കൂട്ടത്തിൽ ഇവിടെ വിശ്വാമിത്രൻ പറയുകയാണ്, ഇത് നിങ്ങൾക്ക് മാത്രമാണ് യോജിക്കുക. അപ്പോൾ ഈ 12 കൊല്ലം ഭക്ഷണം കഴിക്കാതെ കണ്ട് വിശ്വാമിത്രൻ ഇരുന്നിട്ടില്ല. 12 ദിവസമേ ഭക്ഷണം കഴിക്കാതെ ഇരുന്നിട്ടുള്ളൂ. വ്യത്യാസമുണ്ട്. അപ്പോൾ ക്ഷാമകാലത്ത് ഈ മഴയില്ലാത്ത സമയത്ത് കാട്ടാളൻ്റെ അല്ലെങ്കിൽ ഈ ചണ്ടാളൻ്റെ കുടിലിൽ നായയെ വേവിച്ച മാംസം രാത്രി അർദ്ധരാത്രി നിശീത സമയം കഴിഞ്ഞിട്ട് കട്ടു തിന്നു എന്നൊരു കഥയുണ്ട് വിശ്വാമിത്രനെ സംബന്ധിച്ച്. അപ്പോൾ വിശപ്പ് സഹിക്കാൻ പറ്റില്ലല്ലോ. വിദ്യ പറഞ്ഞു കൊടുക്കാൻ അറിയാം, പക്ഷേ വിദ്യ പ്രയോഗിക്കാനുള്ള കഴിവ് അത് വേറെയാണ്. ഇപ്പം ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്ക് മാത്രമേ ഇത് സാധിക്കൂ എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് മന്ത്രത്തെ കൊടുത്തത്. വളരെയധികം ബൃഹത്താണ് ഈ വക കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ഗുണങ്ങളെല്ലാം ഉണ്ടെങ്കിലും അത് നൽകാൻ യോഗ്യനായിട്ട് രാമനെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഈ മന്ത്രങ്ങൾ തപസ് കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ, അത് സ്വീകരിച്ചോളൂ. മന്ത്രസിദ്ധി കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗുണഫലങ്ങൾ എത്രയാണ് വർദ്ധിക്കുക എന്ന് ചോദിച്ചാൽ അറിയില്ല. അതിപ്രസന്നനായിട്ടുള്ള ശുദ്ധഹൃദയനായിട്ടുള്ള രാമൻ ഇത് ആചമനമൊക്കെ ചെയ്ത് ദേഹശുദ്ധി മനഃശുദ്ധിയൊക്കെ വരുത്തിയിട്ട് അത് സ്വീകരിച്ചു, മന്ത്രം പഠിച്ചു, ആ വിദ്യകളെ സ്വായത്തമാക്കുകയും ചെയ്തു. ഇങ്ങനെ വിദ്യ നേടിയിട്ട് അതൊക്കെ വേഗം കഴിയും ഇവർക്കൊക്കെ, ഈശ്വരനല്ലേ, അതുകൊണ്ട് വേഗം കഴിഞ്ഞു. മറ്റൊരു സൂര്യനെ പോലെ, മറ്റൊരു 2 സൂര്യന്മാരെ പോലെ ഇവർ എല്ലാ കാര്യങ്ങളും ഗുരുവിൽ നിന്നും വേണ്ട രീതിയിൽ സ്വീകരിച്ച്, അതേപോലെ തന്നെ അവർ 3 പേരും തുല്യമായിട്ടുള്ള ഭാവത്തിൽ സരയൂ തീരത്തുകൂടെ നടന്നു പോവുകയും ചെയ്തു. അതല്ലെങ്കിൽ സരയൂ തീരത്ത് വസിക്കുകയും ചെയ്തു. ഇങ്ങനെ ദശരഥൻ്റെ പുത്രനായിട്ടുള്ള ഈ അതിശ്രേഷ്ഠനായിട്ടുള്ള രാമൻ
പുത്രന്മാർക്ക് ഇണങ്ങിയതല്ല ഈ പുൽവിരിപ്പിലെ കിടപ്പ് എങ്കിലും രാജകീയമായിട്ടുള്ള കിടപ്പാണ് വേണ്ടത്. ഇവിടെ അതല്ല ഉണ്ടായത്. പുല്ല്, ദർഭപുല്ല് അതിങ്ങനെ പായാക്കിയിട്ട് വിരിച്ച് അതിലാണ് കിടത്തിയത്. അത് ഈ കുശിക ഗോത്രത്തിൽപ്പെട്ട അദ്ദേഹത്തിൻ്റെ മഹർഷിയായിട്ടുള്ള കൗശികനായിട്ടുള്ള വിശ്വാമിത്ര മഹർഷിയുടെ വാക്ക് കേട്ടുകൊണ്ട് അനുകൂലമായിട്ടുള്ള ഭാവത്തെ എടുത്തുകൊണ്ട് ആ രാത്രി അവർക്ക് സുഖമായിട്ട് ഉറങ്ങാൻ സാധിച്ചു. അവിടെ പാൽനുര മെത്ത അല്ലെങ്കിൽ തൂവൽ കിടക്ക, അതിലൊക്കെയാണ് സാധാരണ രാജാവിൻ്റെ മക്കളെ കിടത്തി ഉറക്കുക. ആ മക്കളാണ് ഇപ്പോൾ ഈ കാട്ടിൽ പുല്ലിൻ്റെ 4 പുല്ലിട്ട് അതിൽ കിടക്കുക. എന്നിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങിയതാ. എന്താ കാരണം? ഈ അതിബല കിട്ടി. വിശ്വാമിത്രൻ്റെ ഉപദേശത്തെ സ്വീകരിക്കാൻ സാധിച്ചു. ഋഷിത്വം കിട്ടിയെന്ന് സാരം. എളുപ്പമല്ല. ഈശ്വരഭാവമാണ്. അത് മറയ്ക്കപ്പെട്ടു. മർത്യഭാവത്തിലാണ്. രാജകുമാരനാണ്. അതാണിപ്പോൾ കാട്ടിലെ ഒരു ഋഷികുമാരനെ പോലെ പെട്ടെന്നുള്ളൊരു ചേഞ്ചാണ്. അത് ഉൾക്കൊള്ളാത്ര എളുപ്പമല്ല. അങ്ങനെ ചെയ്തു സുഖമായിട്ട് കിടന്നുറങ്ങിയതാ. ഇനി ഈ രാമനെ ഉണർത്തുന്നതായിട്ടുള്ള അതിവിശിഷ്ടമായിട്ടുള്ള പാട്ടാണ്, എല്ലാവരും കേട്ട പാട്ടാണ്. അത് ഈ 23-ാമത്തെ സർഗത്തിൽ ബാലകാണ്ഡത്തിൽ വാൽമീകിയാൽ രചിക്കപ്പെട്ടതായിട്ടുള്ള ശ്ലോകമാണ്. കൗസല്യ സുപ്രജാ രാമ പൂർവാ സന്ധ്യാ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്ഹികം എന്നുള്ള അതിപ്രശസ്തമായിട്ടുള്ള വരികൾ. ഇനി നാളെ നമ്മൾ അടുത്ത പ്രഭാഷണത്തിൽ അതാണ് പറയുക. അപ്പോൾ രാമനെ ഇപ്പോൾ കിടത്തി ഉറക്കിയത് വിശ്വാമിത്രനാണ്. ഇനി വിശ്വാമിത്രനാണ് ഈ മഹർഷിയെ ഉണർത്തുന്നത്. അത് വാൽമീകി രചിക്കപ്പെട്ടതായിട്ടുള്ള ഈ വാക്ക് അത് വിശ്വാമിത്രനാൽ പറയപ്പെട്ടതാണ്. അത് നമുക്ക് നാളെ കേൾക്കാം. നമുക്കും അതേപോലെ തന്നെ ഉത്തിഷ്ഠത, ജാഗ്രത, അല്ലേ, പ്രാപ്യവരാൻ അതിന് നമുക്കും കിട്ടട്ടെ. എല്ലാവിധ ഉത്തേജനവും അതേപോലെ നാം ചെയ്യുന്നതായിട്ടുള്ള പ്രവൃത്തികളുടെ പൂർണ്ണതയും അത് ഈശ്വര അനുഗ്രഹം, ഋഷി അനുഗ്രഹം, ദേവതാനുഗ്രഹങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പിതൃ അനുഗ്രഹം, ഇങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളെയും ഈ ഭൗതികമായിട്ടുള്ള നമ്മളൊരു സമൂഹത്തിലാണല്ലോ ജീവിക്കുന്നത്. അപ്പോൾ നദി, പർവ്വതം, മരം, ഇതിൻ്റെയൊക്കെ മറ്റേ പക്ഷിമൃഗാദികൾ, പ്രാണിവർഗങ്ങൾ, ഇവരുടെയൊക്കെ അനുഗ്രഹം നമുക്ക് വേണേ. അതൊക്കെ ഇതിൽ കിട്ടുന്ന, അതെല്ലാം നിങ്ങൾക്ക് കിട്ടുമാറാകട്ടെ എന്ന് പറയുന്നതായിട്ടൊരു നല്ല നല്ല വരികളാണ്. നമുക്കത് നാളെ കേൾക്കാം. സർവത്ര ശ്രീരാമനാമകീർത്തനം. ജയ ജയ രാമ രാമ. സീതാരാമചന്ദ്രാഭ്യാം നമോ നമ. ധർമാർത്ഥ കാമമോക്ഷങ്ങളെ നേടുവാൻ രാമായണ കാവ്യം ചൊല്ലുന്നു ഞാനിഹ. ശ്രീരാമ സീതാ ഹനുമൽ സ്മൃതി വരാൻ ഭക്തനായി കാൽക്കൽ നമസ്കരിക്കുന്നു ഞാൻ. നമുക്കെല്ലാവരും ഒരുമിച്ച് ഭഗവാന്റെ തൃക്കാൽക്കൽ നമസ്കരിക്കാം. ഈ പ്രഭാഷണത്തെ ശ്രവിക്കുക, ഷെയർ ചെയ്യുക. അത് എത്രത്തോളം ഈശ്വരാധീനം നമുക്ക് കിട്ടാൻ സാധിക്കുമോ അത് മുഴുവൻ ലഭിക്കുമാറാകട്ടെ. രാമായണ കാവ്യം മുഴുവൻ കഥാരൂപത്തിൽ പറയുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ശ്രീരാമനാമകീർത്തനം. ജയ ജയ രാമ രാമ. ജാനകി കാന്തസ്മരണം. ജയ ജയ രാമ രാമ. ശ്രീ ഹനുമൽ സ്വാമി കി ജയ്. ഓം.